എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സഹായിച്ച ആളുകൾ തന്നെ നമ്മുടെ ശത്രുവായിട്ട് മാറുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഫിസിക്കലി, ഫിനാൻഷ്യലി, പ്രൊഫഷണലി, പേഴ്സണലി, ഇമോഷണലി എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്ത ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ വെറുക്കുന്നുണ്ടായിരിക്കുക. പലപ്പോഴും നമ്മൾ അതിശയപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന്. ഒന്നുകിൽ അവർ നമ്മളോട് ദേഷ്യത്തോടു കൂടി പെരുമാറും, ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായി കാണാം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നമ്മളിൽ നിന്നൊരു അകൽച്ച പാലിക്കും, ഇല്ലെങ്കിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ മോശം പറഞ്ഞ് നടക്കുന്നു നമ്മൾ കേൾക്കും. നമ്മളിഷ്ടമില്ലാത്ത രീതിയിൽ അവർ പെരുമാറും. നമ്മളെപ്പോഴും ചിന്തിക്കും, ഞാൻ അവനെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ. അതിൻ്റെ കുറച്ച് കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഏതൊരു ബന്ധത്തിലാണെങ്കിലും ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കും, ഒരു ത്രാസ് ഉണ്ടായിരിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ ആ ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ, ഒന്നുകിൽ അത് പണമാണ് പ്രധാനമായിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ആരാണോ കൊടുക്കുന്നത് അവരുടെ തട്ട് കുറച്ച് മുകളിലായിരിക്കും. എല്ലാ ബന്ധത്തിലും അതുണ്ടായിരിക്കും. അദൃശ്യമായിട്ട് ഒരു പവർ ഡൈനാമിക്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിലാണെങ്കിലും ആരാണോ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നത് അവർക്കൊരു അപ്പർ ഹാൻഡ് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെ മറ്റേ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മളൊരാളെ സഹായിക്കുമ്പോൾ തീർച്ചയായും സഹായിക്കുന്ന ആൾ മുകളിലും സ്വീകരിക്കുന്ന ആൾ താഴെയാണ്. നമ്മുടെ സഹായം സ്വീകരിക്കുന്ന ഒരാൾക്ക് അവനവൻ്റെ ഗതികേട് കൊണ്ടായിരിക്കുമല്ലോ വേറൊരാളോട് സഹായം ചോദിക്കേണ്ടി വരിക. അപ്പോൾ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരിക്കും, എനിക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യണം, അവരെന്നെ സഹായിച്ചതാണല്ലോ, അപ്പോൾ തിരിച്ചെന്തെങ്കിലും ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടായിരിക്കും, ഒരു കടപ്പാടുണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. വീണ്ടും വീണ്ടും ഇവർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈഗോനെ അത് ബാധിക്കും. വേറൊരാളുടെ അടുത്ത് നമ്മൾ സഹായം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷെ നമുക്ക് തിരിച്ചത് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഒരു ഗതികെട്ട അവസ്ഥയിൽ എത്തുകയാണ്. അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് ആ സഹായം സ്വീകരിക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും. മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു വികാരം എന്ന് പറയുന്നത് സഹതാപമായിരിക്കും. മറ്റുള്ളവർ തന്നോട് സഹതപിക്കുന്നത്, നമ്മളെ വൾണറബിളായ അവസ്ഥകളിൽ മറ്റുള്ളവർ കാണുന്നത്, ഇതൊക്കെ ആയിരിക്കും ഒരാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരാളോട് സഹായം ചോദിക്കുമ്പോൾ ആ സഹായം തരുന്ന ആൾ അങ്ങനെ ഒരു വൾണറബിളായ അവസ്ഥയിൽ നമ്മളെ കാണുകയാണ്, ഒരു ഗതികെട്ട അവസ്ഥയിൽ. അപ്പോൾ നമ്മുടെ ഗതികേട് ഏറ്റവും അധികം മനസ്സിലാക്കുന്നത് നമ്മളെ സഹായിക്കുന്ന ആളായിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ആ സഹായം സ്വീകരിക്കേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടായിരിക്കില്ല, നമ്മുടെ വിഷമം കണ്ടിട്ട് അവരറിഞ്ഞ് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ തവണയും നമ്മൾ ചെറുതായി വരുന്നത് പോലെ തോന്നും. അവർ നമ്മളെ സഹായിക്കാനുള്ള ഒരു ഉയർന്ന സ്ഥിതിയിലും നമ്മൾ അവരോട് സഹായം ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലായി മാറുകയാണ്. ആദ്യമൊക്കെ അത് ഭയങ്കര നന്ദിയോടെ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കുക. പക്ഷെ വീണ്ടും അത് ആവർത്തിക്കേണ്ടിയൊക്കെ വരികയാണെങ്കിൽ, വീണ്ടും വീണ്ടും നമുക്ക് വേറൊരാളുടെ സഹായം സ്വീകരിക്കേണ്ടി വരികയാണെങ്കിൽ അത് സഹായമായിട്ടല്ല നമുക്ക് തോന്നുക, നമുക്ക് തന്നെ നേരെ വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയായിട്ടാണ് നമുക്ക് തോന്നുക. നമ്മുടെ ഗതികേട് നമുക്ക് തന്നെ മനസ്സിലാവുകയാണ്. നമ്മളൊരു കഴിവുകെട്ടവനാണ് എന്ന് നമ്മളോടത് വിളിച്ചു പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കുക, മറ്റുള്ളവരെ ആശ്രയിക്കാതെ, മറ്റുള്ളവരോട് ചോദിക്കാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുക. പക്ഷെ പലപ്പോഴും നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ താനൊരു കഴിവില്ലാത്തവനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. സെൽഫ് വർത്ത് ഇല്ലായ്മ നമുക്ക് അനുഭവപ്പെടും. ഒരാളെ ഏറ്റവും തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ പോയി സഹായിക്കുമ്പോൾ അയാളുടെ നിസ്സഹായാവസ്ഥയും സങ്കടവും തളർച്ചയും എല്ലാം നമ്മൾ നേരിട്ടത് കാണുകയാണ്. പലർക്കും തങ്ങളെ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടമുണ്ടായിരിക്കില്ല. അപ്പോൾ പതുക്കെ അവർ ആ നാണക്കേടിൽ നിന്ന് അകലാനായിട്ട് ശ്രമിക്കും. അവരെ കാണുമ്പോഴേ നമുക്ക് നമ്മുടെ ഗതികേടാണ് ഓർമ്മ വരിക. മനുഷ്യന് സ്വതസിദ്ധമായിട്ടുള്ള അസൂയയും ഈഗോയും അപകർഷതാബോധവും എല്ലാം കൂടിയിട്ട് അത് സഹായിച്ച ആളോടുള്ള ദേഷ്യമായിട്ടത് മാറും. വളരെ അതിശയമായിട്ട് തോന്നുമെങ്കിലും മനുഷ്യൻ്റെ ചിന്താഗതികൾ ഇങ്ങനെയൊക്കെയാണ്. ദുർബലരായ മനുഷ്യരുടെ ഈഗോ, ഗതിയില്ലായ്മ, അസൂയ, ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുക. ഇതിന് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ സഹായിക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ആ കടപ്പാട് അവർക്ക് എന്നും നമ്മളോട് ഉണ്ടായിരിക്കുമെന്നും അവർ നമ്മളുമായിട്ട് ഒരിക്കലും തെറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടായിരിക്കില്ലേ. തീർച്ചയായും നമ്മളൊരാളെ സഹായിക്കുമ്പോൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കും അയാൾ നന്ദിയുള്ള ആളായിരിക്കും, അയാൾ കടപ്പാടുള്ള ആളായിരിക്കും, അയാൾ തനിക്കെതിരെ പറയില്ല എന്നൊക്കെ ഒരു ചിന്ത മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള ചിന്തയോടുകൂടി അവർക്ക് നമ്മളെപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കും, അവർക്ക് നമ്മളെ ഇഷ്ടമായിരിക്കും എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ ഇഷ്ടം നേടാനായിട്ടോ നന്ദിയോ കടപ്പാടോ പ്രതീക്ഷിച്ചിട്ടോ ഒരു കാര്യം ചെയ്യാതിരിക്കുക.
പിന്നെ മനുഷ്യനെ എപ്പോഴും നമ്മൾ സഹായിക്കുന്ന ആളേനെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആക്കി വെക്കാതിരിക്കുക. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വളരാനുള്ള രീതിയിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്തു കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ ഉള്ളിലെ ആ അപകർഷതാബോധം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞൊന്നും വരില്ല, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അത് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാനും ഒരു സെൽഫ് വർത്ത് ഫീൽ ചെയ്യാനൊക്കെ അത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് ചെയ്ത സഹായങ്ങൾ എപ്പോഴും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഞാനന്ന് അത് ചെയ്തില്ലേ, ഞാനന്ന് ഇത് ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക. നമ്മൾ ചെയ്ത സഹായങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് വേറൊരാളോട് പറയാതിരിക്കുക. മൂന്നാമതൊരാളോട് അത് പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇയാളുടെ അപകർഷതാബോധം ഒന്നുകൂടി കൂട്ടും.